മൂന്നര പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ മധുര കമ്പനി കണ്ണങ്ങാട്ട് പാലം യാഥാർത്ഥ്യമായി. കാവടി ദൃശ്യങ്ങളോടെയും വാദ്യഘോഷങ്ങളോടെയും ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ MP A റഹീം പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. കൊച്ചി മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പള്ളുരുത്തി പ്രദേശത്തെ ഇടക്കൊച്ചിയുമായും കൊച്ചി നഗരവുമായി ബന്ധിപ്പിക്കുന്ന പാലം യാഥാർത്ഥ്യമായതോടെ നഗരത്തിലേക്കും അരൂർ മേഖലയിലേക്കും പള്ളുരുത്തിക്ക് പുതിയ വഴിയാണ് തുറന്നു കിട്ടിയത്. മൂന്നര പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ മധുര കമ്പനി കണ്ണങ്ങാട്ട് പാലം യാഥാർത്ഥ്യമായി. കാവടി ദൃശ്യങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് നാട്ടുകാർ ഉദ്ഘാടന ചടങ്ങിലേക്ക് അതിഥികളെ സ്വീകരിച്ചത്. പള്ളുരുത്തി പ്രദേശത്തെ ഇടക്കൊച്ചിയുമായും കൊച്ചി നഗരവുമായും ബന്ധിപ്പിക്കുന്ന പാലം പൂർത്തിയായതോടെ നഗരത്തിലേക്കും അരൂർ മേഖലയിലേക്കും പള്ളുരുത്തിക്ക് പുതിയൊരു വഴിയാണ് തുറന്നു കിട്ടിയത്. MP A റഹീം പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളുടെ നാടിന്റെ ഏറെ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്ന മധുര കമ്പനി കണ്ണങ്ങാട്ട് പാലത്തിന്റെ ഉദ്ഘാടനം നമ്മളെല്ലാവരും ചേർന്ന് ഈ വൈകുന്നേരം നിർവഹിച്ചതായി ഞാൻ വിനയപൂർവ്വം ആരംഭിക്കുവാൻ സാധിക്കില്ല. ഇനി ഈ പാലം വീണ്ടും അദ്ദേഹം രണ്ട് ജില്ലകളിലാണ് വികസന പ്രവർത്തനത്തിന് ഫണ്ട് ചെലവഴിക്കുന്നത് തീരുമാനിച്ചത്. എന്റെ ജില്ലയായ തിരുവനന്തപുരവും മറ്റൊന്ന് എറണാകുളവും. ഒരു ഫണ്ട് വിനിയോഗത്തിലൂടെ ഒരു പ്രദേശത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു MP ഫണ്ടിലൂടെ എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞത് എൻ്റെ വികസന ദൗത്യത്തിലെ ഒരു MP എന്നുള്ള നിലയിലുള്ള എൻ്റെ വികസന ദൗത്യത്തിലെ ഞാനിത് വളരെ ആത്മാർത്ഥമായ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്. എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ഒരു ഇടപെടലായി ഞാൻ അത്രയേറെ കൃതാർത്ഥനാണ്, സന്തുഷ്ടനാണ്. മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാലത്തിന് ആദ്യമായി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കിട്ടാൻ വേണ്ടി പ്രൊഫസർ മേഴ്സി വില്യംസിനോടൊപ്പം ഡൽഹിയിൽ പോയി ഒരു പ്രസന്റേഷൻ നടത്തിയപ്പോഴും ഞാനെന്ന ഒരു ജനപ്രതിനിധിക്ക് അന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ മേഴ്സി വില്യംസിനോടൊപ്പം പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ്. ഇന്ന് മധുര കമ്പനി കണ്ണങ്ങാട്ട് പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ അധ്യക്ഷനാകാനും എനിക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഒരു ചാരിതാർത്ഥ്യമായി ഞാൻ കാണുകയാണ്. മുൻ MLA ജോൺ ഫെർണാണ്ടസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS ശ്രീജിത്ത്, ഡെപ്യൂട്ടി മേയർ KA അൻസിയ, കൗൺസിലർമാരായ ലൈല ദാസ്, ജീജ ടെൻസൻ, അഭിലാഷ് തോപ്പിൽ, CN രഞ്ജിത്ത് മാസ്റ്റർ, അശ്വതി വത്സൻ, PR രചന, അഡ്വക്കേറ്റ് PS വിജു, CR സുധീർ, മുൻ കൗൺസിലർ KJ ബേസിൽ, KS രാധാകൃഷ്ണൻ, PA പീറ്റർ, KM ധർമ്മൻ, സാജൻ പള്ളുരുത്തി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജികുമാരി തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചി നഗരസഭയ്ക്കായിരുന്നു പാലം നിർമ്മാണത്തിന്റെ ചുമതല. ജോൺ ഫെർണാണ്ടസ് MLA ആയിരുന്നപ്പോൾ 2.71 കോടി രൂപ അനുവദിച്ചതോടെയാണ് പാലം നിർമ്മാണത്തിന് വഴി തുറന്നത്. പിന്നീട് MP A റഹീം 1.41 കോടി രൂപ കൂടി അനുവദിക്കുകയായിരുന്നു. ഇതുകൂടാതെ കൊച്ചി നഗരസഭ പല ഘട്ടങ്ങളിലായി പണം ചിലവഴിച്ചു. രണ്ടു വശത്തും അപ്രോച്ച് റോഡിനായി ഭൂമി ഏറ്റെടുക്കുന്നതിനും നഗരസഭയാണ് പണം നൽകിയത്. 5 വർഷം മുമ്പ് കൊച്ചി നഗരസഭ ഭരണമേൽക്കുമ്പോൾ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പാണ് പാലിക്കപ്പെട്ടതെന്ന് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS ശ്രീജിത്ത് പറഞ്ഞു. ഒരുപാട് പ്രയാസങ്ങളെയൊക്കെ അതിജീവിച്ച് നമ്മുടെ ഈ പാലം ഇവിടെ ബഹുമാന്യനായ MP ശ്രീ A റഹീം നമുക്കായി തുറന്നു നൽകിയപ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായ സന്തോഷം നാം ഇവിടെ എല്ലാവരും പരസ്പരം തിരിച്ചറിഞ്ഞതാണ്. 2020 ഡിസംബർ മാസത്തിലാണ് ഈ കൗൺസിൽ അധികാരത്തിൽ വരുന്നത്. അഡ്വക്കേറ്റ് M അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള കൗൺസിൽ എന്ന കാര്യം നമുക്കറിയാം. ആ കൗൺസിൽ അധികാരത്തിൽ വരുന്നതിന് മുൻപ് പള്ളുരുത്തിക്കാർക്ക് നൽകിയ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് മധുര കമ്പനി കണ്ണങ്ങാട്ട് പാലം നിർമ്മിച്ചിരിക്കും എന്നുള്ളത്. പറഞ്ഞറിയിക്കാനാവാത്ത, വിവരിക്കാനാവാത്ത ഒരുപാട് തടസ്സങ്ങൾ ഈ പദ്ധതിയുമായി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പദ്ധതിയിൽ ഉണ്ടായ തടസ്സത്തെ ഓരോന്നിനെയും വളരെ സ്നേഹത്തോടെ പരസ്പര ബഹുമാനത്തോടെ മറികടന്നു പോവാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പറവൂർ ഗോൾഡ് ജ്വല്ലറി, നോർത്ത് പറവൂർ.